സിനിമയിൽ തന്നെ ഏറ്റവും അധികം റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ് ദിലീപ് ചിത്രങ്ങൾ. ഇന്ത്യൻ സിനിമയിൽ തന്നെ മറ്റാർക്കും ചെയ്യാനാവാത്ത കഥാപാത്രങ്ങൾ. ഇത് മായാമോഹിനി ആയിക്കോട്ടെ, ചാന്ത് പൊട്ടായിക്കോട്ടെ, കുഞ്ഞിക്കുരനായിക്കോട്ടെ, നമ്മൾ എന്നും അത്ഭുതപ്പെടുത്തുകയും രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത, നമുക്ക് പ്രത്യേകിച്ച് മുഖവരുടെ ഒന്നും ആവശ്യമില്ലാത്ത നമ്മുടെ കുടുംബ പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയ താരം, ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ 150ാമത്തെ ചിത്രമാണിത്. നമുക്കറിയാം 100ാമത്തെ അദ്ദേഹത്തിന്റെ ചിത്രം കാര്യസ്ഥനായിരുന്നു, മറ്റൊരു മികച്ച കുടുംബ ചിത്രം. 150ാമത്തെ സിനിമ ചെയ്യുമ്പോൾ അതും ഒരു നല്ലൊരു കുടുംബ ചിത്രമാവണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഏറ്റവും നല്ല കൈയടിയോടുകൂടി ഞാനൊരു ആലുവാക്കാരി നിലയിലും പറഞ്ഞോട്ടെ, ഞങ്ങൾ ആലുവാക്കാരുടെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവും കൂടിയായ ജനപ്രിയ നായകൻ ദിലീപിനെ നല്ലൊരു കൈയടിയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ക്ഷണിക്കാം. നല്ലൊരു കഴിവ് എടുക്കാം. ദിലീപേട്ട ആയി തന്നെ. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷത്തോടുകൂടിയാണ് വേദിയിൽ നിൽക്കുന്നത്. സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും നന്ദി പറയുന്നു. വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ സിനിമകൾ കണ്ട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട 2 സുഹൃത്തുക്കൾ, ഇപ്പം അവരെനിക്ക് സുഹൃത്തുക്കളാണ്, അന്ന് എനിക്ക് അവരെ അറിയില്ലായിരുന്നു. അവരെൻ്റെ അടുത്ത് വന്ന് കഥ പറയുമ്പോൾ ഇതിൻ്റെ സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ അവിടെ നിന്ന് നിങ്ങളോട് സംസാരിച്ചു. ഷാരിസിൻ്റെ ജനഗണമന എന്ന സിനിമ ഞാൻ കണ്ടിട്ടുള്ളൂ, നല്ല സിനിമയാണ്. ഇവർ വന്ന് കഥ പറയണു, ഒരു കഥ കേൾക്കുമെന്ന് ലിസ്റ്റ് വിളിച്ച് പറയുന്നു. കഥ പറയാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ സംവിധായകൻ്റെ കഥയാണിത്. അദ്ദേഹം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെല്ലാം കല്യാണം കഴിച്ചിട്ടുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളാവുന്നുണ്ട്. ഈ പുള്ളിയുടെ ഒരു കഥയാണ്, ഞങ്ങൾ അതിൽ നിന്നാണ് ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംവിധായകൻ കല്യാണം കഴിച്ചു. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ആരോടും പറയുന്നിട്ട് എൻ്റെ കഥയാണ്. പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റൂല. അപ്പോൾ അതുപോലെ ഷാരിസ് ഇവിടെ നിന്ന് സംസാരിച്ചത്. ഷാരിസ് സിനിമയിലൂടെ നമ്മളെല്ലാവരെയും ഒന്ന് കണ്ണ് നനയിപ്പിച്ച ആളാണ്. ഷാരിസിന്റെ വാക്കുകൾ ശരിക്കും മനസ്സറിഞ്ഞിട്ട് വരുന്നതെന്ന് എനിക്കറിയാം, നന്നായിട്ട് അറിയാം. ഷാരിസിനോട് പറയാനൊന്നുമില്ല, ലവ് യു ബ്രദർ, അതേ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് പല സമയത്തും നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരുടെ പെരുമാറ്റം കൊണ്ട്, അവരുടെ വാക്കുകളിൽ നിന്നാണ് ചിലപ്പോൾ ചില മുജ്ജന്മ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല. ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി. എനിക്ക് തോന്നിയിട്ടുണ്ട്, സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചത്? കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീലയാണ്. ആ സിനിമയ്ക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് രാമലീല. ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത്, ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിയേറ്ററിലേക്ക് ഓടി വന്ന് ആ നടനെ ഇവിടുന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയൊരു സിനിമയാണത്. അതുപോലെ തന്നെ ഈ 150ാമത്തെ സിനിമ, ഇപ്പം ഇവിടെ പറയണ്ടേ, എൻ്റെ 100ാമത്തെ സിനിമ കാര്യസ്ഥനായിരുന്നു. ആ സിനിമയിലും എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിദ്ദിഖ്, എൻ്റെ 150ാമത്തെ സിനിമയിലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് സിദ്ദിഖ് തന്നെയായിട്ട് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ഞാനിടയ്ക്ക് പല സിനിമകളും ഞങ്ങളങ്ങനെ അച്ഛൻ മകൻ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് മൊത്തം കയ്യിൽ നിന്ന് പോയി ഒരു രീതി നടക്കുന്ന ബാലം വക്കീലിലെ എൻ്റെ അച്ഛൻ.
അപ്പൊ ഞാനിടയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. അങ്ങനെ ഒരു ചില ബന്ധങ്ങൾ ഉണ്ടാവാന്ന് പറയും. അതുപോലെ ലിസ്റ്റിന്റെ കൂടെ ഞങ്ങൾ അവരുടെയൊക്കെ വെച്ച് കണ്ടുള്ള സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ. ലിസ്റ്റിന്റെ കൂടെ പണം ചെയ്തിട്ടൊന്നുമില്ല. മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളെയും വെച്ച് നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് മാജിക് ഫ്രെയിംസ്. അപ്പോൾ ലിസ്റ്റിന് അങ്ങനെ ഒരു കഥ, ലിസ്റ്റിന്റെ ഒറ്റ ആഗ്രഹമാണ്, ചേട്ടാ ഈ പടം അടിക്കണം, ഈ പടം നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന. കാരണം ഞാനൊരു നിർമ്മാതാവാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റുള്ള ഹീറോസ് ഒക്കെ ആയിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പൊ ഷാരിസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചിന്തിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിന് ഈ സിനിമ മറ്റെന്തിനേക്കാളും വലുതായിട്ടാണ് എനിക്ക് പ്രവൃത്തിയിൽ തന്നെ തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞ ഈ സിനിമ വരുമ്പോൾ, ഈ സിനിമ റിലീസാവുന്ന നിമിഷം വരെ വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പരസ്യം തന്നത് ഇവിടുത്തെ മലയാളി പ്രേക്ഷകരാണ്. കാരണം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ആ പബ്ലിസിറ്റി ഏറ്റവും വലുതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത്രയും വേഗത്തിലാണത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്നത്. അതിന് സഹായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയോട്. കാരണം ഈ സിനിമയുടെ ഒരു വലിയ പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഒരു കൊച്ചു വേടിയിൽ നിന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയുടെ മൊത്തം കഥ പുറത്തേക്ക് പോകാം. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിൻ്റെ എല്ലാവരും ചർച്ച ചെയ്ത് തീരുമാനിച്ചു, നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയയുമായി നമുക്ക് തുറന്ന് സംസാരിക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ സിനിമ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈഫിൽ സോഷ്യൽ മീഡിയയുടെ പ്രസക്തി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് നമുക്ക് പ്രൈവസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു പ്രൈവസിയും ഇല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമുക്ക് പറയാനുള്ള, ഇപ്പൊ നിങ്ങളെല്ലാവരെയും ഇവിടെ ക്ഷണിച്ചത് നന്ദി പറയാൻ നിങ്ങളോടും, നിങ്ങളിത് എത്തിക്കുന്ന ആൾക്കാരോടും, അത് കാണുന്നവരോടും, കണ്ടുകൊണ്ടിരിക്കുന്നവരോടും നന്ദി പറയാനാണ് ഇങ്ങനെ ഒരു വേദി ശരിക്കും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഒരുക്കിയിരിക്കുന്നത്. നേരിട്ട് സംസാരിക്കാൻ, ലോകത്തിനോട് സംസാരിക്കാൻ, നിങ്ങളോട് സംസാരിക്കാൻ. അതുപോലെ തന്നെ ഈ സിനിമയുടെ ക്യാമറമാനാണ് രണദേവ. അദ്ദേഹം ഇവിടെ ഇതുവരെ വന്നിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഗംഭീര വർക്കുകളിലൊന്നാണ്. അതുപോലെ സംഗീത സംവിധായകൻ സനല്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ച നായിക, ഞാൻ ഈ കഥ കേട്ടപ്പോൾ ഇവരോട് ആദ്യം പറഞ്ഞത് ആ കഥാപാത്രമാണ് ഈ പടത്തിൻ്റെ ഹീറോ. ആ കഥാപാത്രം നന്നായില്ലെങ്കിൽ ഈ സിനിമ നമുക്ക് ഒരിക്കലും വിജയിക്കില്ല. പക്ഷെ അവര് പല കുട്ടികളെ ഇങ്ങനെ നോക്കി അവസാനം അവരെത്തിയത് റാണിയ റാണ എന്ന ഒരു വലിയ കലാകാരിയിലാണ്. റാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്നത് കലാമണ്ഡലത്തിലെ പ്രോഡക്റ്റാണ് അവർ. അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും അവർക്ക് വിദ്യാഭ്യസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ കലാകാരി. അവരുടെ മനസ്സിൽ മുഴുവൻ സിനിമകളായിരുന്നു. ഒരു ദിവസം അത് വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. നമ്മൾ സിനിമയെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ സിനിമ നമ്മളെ തേടി നമ്മളിലേക്ക് വരും. അങ്ങനെ കൊണ്ടുതന്ന ഒരു വലിയ കലാകാരി. എൻ്റെ കൂടെ ഒരുപാട് നായകന്മാർ മലയാള സിനിമയിൽ ഒരുപാട് ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടുള്ള നായികമാർ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യകാല സിനിമകൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വലിയ കലാകാരിയാണ് റാണിയ റാണ. അതുപോലെ തന്നെ മീനാക്ഷി മാധവി, അവരുടെ രണ്ടാമത്തെ സിനിമയാണ്. എൻ്റെ രണ്ട് നായികമാരാണ്. ഒരു ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഏരിയ തന്നെ അന്ന എന്ന് പറയുന്ന കഥാപാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഞാൻ അതിനു മുമ്പ് മീനാക്ഷിയുടെ സിനിമ കണ്ടിട്ടുള്ളത് മധുരം മനോഹരം. ആ സിനിമയിലാണ് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ അത്രയും ഗംഭീരമായിട്ട് അഭിനയിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഞാനും അഭിനയം പഠിച്ചു. ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കരമായിട്ട് എല്ലാവരിലും നിന്നും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജെസ്സി മമ്മീനെ നിങ്ങളാരും മറക്കൂല, അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ആള് ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ എൻ്റെ അനിയന്മാർ രണ്ടുപേരുണ്ട്. ഒന്ന് ധ്യാനം, ഒന്ന് ജോസൂട്ടി. ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അവരാണ് വീട്ടിൽ വെച്ച് കണ്ടു. പിന്നെ ഞാൻ എപ്പോഴാണ് കാണുന്നത്.
വളരെ തിരക്കുള്ള ആ കലാകാരനെ നമുക്ക് ഇന്നത്തെ മുത്താണ് നമ്മുടെ. കാരണം ഈ സിനിമയുടെ ഒരു ഇന്റർവ്യൂവിലും അവനെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. ഇന്ന് മുതൽ 2 ദിവസം തരില്ലേ? ഇന്ന് മുതൽ നമുക്ക് ഇവനുണ്ട്. കാരണം പ്രിൻസ് ഓഫ് ഇന്റർവ്യൂസ് ആണ് അല്ലേ? ഇരിക്കട്ടെ. എല്ലാവർക്കും പ്രിൻസിന്റെ ധ്യാനിന്റെ ഇന്റർവ്യൂവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാം. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഈ സിനിമയെ വലിയ വിജയത്തിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും തരുന്ന ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു. എനിക്കൊരു അപേക്ഷ ഉള്ളത്, എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഇത് റിക്വസ്റ്റാണ്, ഒന്നുമില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടുന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ. ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കുന്ന സമയത്തേക്ക് എൻ്റെ കൂടെ നോക്കി. വലിയ സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു വെരി മച്ച് ദിലീപേട്ട. ദിലീപേട്ടന്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ നിരയിലേക്ക് മറ്റൊരു ചിത്രം കൂടി ചേർക്കിറക്കപ്പെട്ടിരിക്കുകയാണ്, പ്രിൻസ് ആൻഡ് ഫാമിലി. തീർച്ചയായും എന്നെന്നും പ്രേക്ഷകരും സിനിമാ സമൂഹവും